സഹകരണ വകുപ്പിന്റെ കോമൺ സോഫ്റ്റ്വെയർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 700 കോടി രൂപയുടെ അഴിമതിക്ക് നീക്കമുണ്ടെന്ന രമേശ് ചെന്നിത്തലയുടെ ആരോപണം തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. രമേശ് ചെന്നിത്തല പലതിനും പലരോടും മത്സരിക്കുന്ന കാലമാണെന്നും ഇപ്പോൾ നുണ പറയാനും മത്സരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതി എന്ന നിലയിൽ വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ നുണയായി പ്രചരിപ്പിക്കാൻ മത്സരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നത് അവരുടെ അജണ്ട നടപ്പാക്കുന്നതിന് തുല്യമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. അത് പിന്നെ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള നുണകൾ പ്രചരിപ്പിക്കാൻ ചിലർ വല്ലാതെ പാടുപെടുകയാണ്. അതിന് ജനങ്ങളെ വളരെ കുറച്ച് കാണുകയാണ്. അതാണ് അതിനകത്തുള്ള ഒരു പ്രത്യേകത. ജനങ്ങളിതെല്ലാം വിശ്വസിക്കുമെന്നാണ് ഇത്തരം പ്രചാരകർ കരുതുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ ചില ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഒറ്റപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇത്തരം പ്രചരണങ്ങളിലൂടെ നോക്കുന്നത്. ഇവിടെ ഗ്യാസിൻ്റെ വിതരണത്തിന് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. കാരണം നേരത്തെ ഇറാനിൽ നിന്ന് ഗ്യാസ് കൊണ്ടുവരാനുള്ള ഒരു കരാറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇറാനിൽ നിന്ന് പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് ഗ്യാസ് കൊണ്ടുവരാനായിരുന്നു പരിപാടി. അത് ഏകദേശം എല്ലാം പൂർണ്ണമായി. പക്ഷേ അമേരിക്കയ്ക്ക് ഇഷ്ടമായില്ല. അമേരിക്ക അത് പാടില്ല എന്ന് പറഞ്ഞു. അന്ന് BJP ഗവൺമെൻറ് അല്ല കേട്ടോ, മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റാണ്. മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് അപ്പോൾ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി. അതിൻ്റെ ഭാഗമായി ആ പദ്ധതി ഉപേക്ഷിച്ചു. യഥാർത്ഥത്തിൽ ആ പദ്ധതി നടപ്പായിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവും ഗ്യാസുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തുണ്ടാകുമായിരുന്നില്ല. ആ ഘട്ടത്തിൽ ആണവ കരാറിലേക്ക് പോവുകയായിരുന്നല്ലോ കോൺഗ്രസ്. ആണവ കരാർ ഉണ്ടാക്കാനിടയുള്ള പ്രശ്നങ്ങൾ ഇടതുപക്ഷം ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ അതിൻ്റെ മേന്മ വലിയ തോതിൽ അന്ന് പ്രചരിപ്പിക്കുകയായിരുന്നു. അന്ന് പറഞ്ഞ ഒരു കാര്യം, ഒരു ഇന്ധനക്ഷാമവും ഇവിടെ ഉണ്ടാവില്ല, രാജ്യത്തുണ്ടാവില്ല. ആവശ്യമായ ഇന്ധനമൊക്കെ അമേരിക്ക നൽകും എന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെ അന്ന് കോൺഗ്രസിൻ്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ച കാര്യമാണ്. അമേരിക്കയോടുള്ള വിധേയത്വത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. ആ നയമാണ് BJPയും ഇപ്പോൾ ശക്തമായി തുടരുന്നത്. ഈ രണ്ടു കൂട്ടരുമാണ് ഇത്തരമൊരു നിലപാടിന് ഇടയാക്കിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന് ഇതിലെന്താ ചെയ്യാൻ കഴിയുക എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. വേറെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതല്ല. പക്ഷേ ആ ഉത്തരവാദിത്വം അത് മറച്ചു പിടിക്കാൻ വലിയ തോതിൽ നുണ പ്രചരിപ്പിക്കുകയാണ്. പിന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാലമായതുകൊണ്ട് സംസ്ഥാന സർക്കാരിനും LDFനും ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്യുമെങ്കിൽ ആ നുണയും അതിൻ്റെ കൂടെ ഇരിക്കട്ടെ എന്ന് വെക്കുകയാണ്. ഈ നുണ മാത്രമല്ല, പല നുണകളുണ്ട്. അതാണ് നാം കാണേണ്ടത്. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.